ഇന്ന് തിരുവോണമാണ്. തിരുവോണം നമ്മൾ ഓരോ കേരളീയനും ഗൃഹാതുരത നൽകുന്ന ഓർമ്മകളാണ്. മന്ത്രയുടെ എല്ലാ ഫോളോവേഴ്സിനും, മന്ത്രയെ കേൾക്കുന്ന എല്ലാ വിശ്വാസികൾക്കും, ഓണം ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും മന്ത്രയുടെ ഹൃദയംഗമായ ഓണാശംസകൾ. ഓണം എന്ന് കേൾക്കുമ്പോൾ മഹാബലിയുടെ വരവേൽപ്പിൻ്റെ ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഓണപ്പാട്ടും ഊഞ്ഞാലും അത്തപ്പൂക്കളവും ഓണസദ്യയും, അങ്ങനെ ഗൃഹാതുരതയേറുന്ന ഓർമ്മകൾ ഏറെയാണ്. ഗൃഹാതുരമായത് എന്ന് എടുത്തു പറയേണ്ടുന്ന തരത്തിലേക്ക് ഓണമെന്ന ഒത്തുചേരലിനെ നമ്മൾ മലയാളികൾ തന്നെ കൊണ്ടെത്തിച്ചു എന്നതും അത്ഭുതകരമാണ്. അന്യം നിന്നുപോയ ഒരുപാട് ചേരുവകൾ ഉണ്ടായിരുന്നു ഓണത്തിന്. അവയിൽ ആദ്യത്തേത് പൂവിളിയും അത്തപ്പൂക്കളവുമാണ്. ഇപ്പോൾ അത്തപ്പൂക്കളം എന്നത് വീടുകളുടെ മുറ്റങ്ങളിൽ കാണുവാനേയില്ല. നാട്ടിൻപുറത്തെ ക്ലബ്ബുകൾ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടിയിലെ അത്തപ്പൂക്കള മത്സരങ്ങളിലും മെട്രോ സിറ്റികളിലെ മാളിലുമായി അത്തപ്പൂക്കളം ഒതുങ്ങിപ്പോയിരിക്കുന്നു. ഐതിഹ്യങ്ങളിൽ പ്രാധാന്യം മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന സങ്കല്പമാണ്. മന്ത്ര ഇന്നുള്ളത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ വാമന അവതാരമായ വാമനസ്വാമിയുടെ തെക്കൻ കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രത്തിലാണ്, വാമനപുരം ശ്രീ വാമനസ്വാമി ക്ഷേത്രം. പ്രജാതൽപരനും ധർമ്മിഷ്ഠനുമായ അസുര ചക്രവർത്തി മഹാബലി ദേവലോകവും കൈയടക്കുമെന്ന് ഭയന്ന ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ വിഷ്ണു ഭിക്ഷുവായ വാമനനായി അവതാരമെടുത്തു. 3 അടി മണ്ണ് ചോദിച്ച് മഹാബലിയെ വഞ്ചിച്ച് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്നും എല്ലാ വർഷവും തിരുവോണം നാളിൽ കേരളത്തിലെത്തി പ്രജകളെ സന്ദർശിക്കുവാനുള്ള അനുവാദം കൊടുത്തു എന്നുമാണല്ലോ പ്രചരിപ്പിക്കുന്ന ഐതിഹ്യം. കഥകളിലൂടെയും പാട്ടുകളിലൂടെയും മറ്റും പ്രചരിക്കുന്ന ഐതിഹ്യത്തിനുപരി ശ്രീമദ് മഹാഭാഗവതത്തിൽ അഷ്ടമസ്കന്ധത്തിൽ 18 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിലായി ഭഗവാൻ വിഷ്ണുവിൻ്റെ വാമന അവതാരത്തെയും മഹാബലി ചക്രവർത്തിയെയും പ്രതിപാദിക്കുന്ന പുരാണ കഥാസാരം നമ്മൾ അല്പമെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ശ്രീ മഹാഭാഗവതത്തിലെ കഥാ സന്ദർഭമനുസരിച്ച് മഹാബലി ചക്രവർത്തിയെ വാമനമൂർത്തി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടില്ല. വാമനനായി അവതരിച്ച സാക്ഷാൽ വിഷ്ണു ഭഗവാൻ കാൽപാദം മഹാബലിയുടെ ശിരസിൽ വച്ച് അനുഗ്രഹിച്ചിട്ട് പിതാമഹനായ ഭക്ത പ്രഹ്ലാദൻ ഉൾപ്പെടെയുള്ള കുടുംബത്തോടും അനുയായികളോടും കൂടി സ്വർഗത്തേക്കാൾ സുന്ദരമായ സുതലത്തിൽ സകല സുഖത്തോടും കൂടി വസിക്കാൻ അനുവദിച്ചുവെന്നും മറ്റെല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവരെ സംരക്ഷിച്ച് ഭഗവാൻ മഹാവിഷ്ണു സുതലദ്വാരത്തിൽ കയ്യിൽ ഗദയും ധരിച്ച് കാവൽക്കാരനായി നിലകൊണ്ടു എന്നും ശ്രീ മഹാഭാഗവതം ഉദ്ഘോഷിക്കുന്നു. അങ്ങ് വടക്ക് മുതൽ തെക്ക് വരെ കേരളം ആഘോഷ ദിനങ്ങളിൽ ഉണരുന്ന കാലമാണ് ഓണക്കാലം. വള്ളംകളിയും വള്ളസദ്യയും അത്തച്ചമയവും ഓണാഘോഷവും പുലിക്കളിയും കുമ്മാട്ടിക്കളിയും ഓണത്താറും ഓണവിപണിയും എല്ലാം ഒരുക്കുന്ന സമാനതകളില്ലാത്ത സവിശേഷമായ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ കലാപരമായ കാലമാണ് ഓണം. കാഴ്ചയേക്കാൾ ഓണം ഒരു അനുഭവം കൂടിയാണ്. ഓണത്തിന് പിന്നിലുള്ള മിത്ത് എന്തായാലും ഇത്തരം ആഘോഷങ്ങൾ മനുഷ്യബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുകയും പരസ്പര സ്നേഹത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും വിട്ടുകൊടുക്കലിൻ്റെയും മഹാമനസ്കതയുടെയും ഒക്കെ കാലമാണ്. ഓണം മലയാളക്കരയിലെ എല്ലാവരും ജാതി മതഭേദമന്യേ ഒരു ദേശീയ ഉത്സവം പോലെ ആഘോഷിച്ചിരുന്നു എന്നത് തന്നെ ഒരു ഗൃഹാതുരതയാണ്. ഇന്ന് ഓണം ഹൈന്ദവന്റെ ആചാരത്തിൻ്റെ ഭാഗമായി മാത്രം കാണുകയും മാത്രം മാറുകയും ചെയ്തിരിക്കുന്നു. ഓണാഘോഷങ്ങളിലും ഓണാചാരങ്ങളിലും പലതും വീടുകളിൽ നിന്ന് മാറി അവ ക്ഷേത്രങ്ങളിലേക്ക് ഒതുങ്ങിപ്പോയിരിക്കുന്നു. പലരുടെയും മുതലെടുപ്പിൻ്റെ ഭാഗമായി ശോഷിച്ച് ഓണം എന്ന സമ്മോഹന സ്വപ്നം നമുക്ക് നഷ്ടമാകാതിരിക്കട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി മന്ത്രയുടെ തിരുവോണാശംസകൾ. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ.